അപ്പൊ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറിയും കൂടെ പറയാനുണ്ട്. അപ്പൊ ഗൈസ് ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുവരണേ. അപ്പൊ ഗൈസ് നമ്മൾ ഒരു ജീപ്പിലാണ് കേട്ടോ അങ്ങോട്ട് പോണത്. നടക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ ഒരു ഫാമിലി ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ വരുന്നുണ്ടോ. അവര് 2 പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്, ഞങ്ങൾ 4 പേരും. അപ്പൊ എല്ലാരും കൂടെ പോവാണെങ്കിൽ ഷെയർ ഇട്ട് ക്യാഷ് എടുക്കുക വിചാരിച്ചിട്ടാണ് ഓല അങ്ങനെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ പോവാന്ന്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മലേന്റെ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ഫുൾ കോടായിരുന്നു. പിന്നെ പോരാത്തിന് നല്ല കാറ്റും ചെറുതായിട്ട് മഴയും പെയ്തിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയാൻ പറഞ്ഞ ആ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഞാനും ഷെഫിനായിരുന്നു കേട്ടോ ഒരു വണ്ടി. ഓളാണെങ്കിൽ കക്കാടംപോയിൽ ടൗണിലെത്തിയപ്പോൾ ഓള് പറഞ്ഞു വണ്ടിയിൽ എണ്ണ കഴിയാറായി തോന്നുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ പമ്പൊന്നുമില്ല, പകരം എണ്ണ നമുക്ക് ലിറ്ററായിട്ട് കിട്ടുന്ന ഒരു കട ഉണ്ടെന്ന്. അതുവരെ ഞങ്ങളുടെ ബേക്കിൽ പോയി 4 സനിക്കേച്ചും അപ്പം ഞങ്ങളെ മുമ്പിലെത്തിട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓരോട് പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഓരോ അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിന്നോളൂന്ന്. പക്ഷെ ഞങ്ങൾ പോയി എണ്ണ അടിച്ച് വന്നപ്പോഴേക്കും ഇവരെ കാണാനില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു ഇവരിനി വഴി തെറ്റിപ്പോയോ, ഞങ്ങൾക്ക് ശരിക്കുള്ള വഴി കൂടെ പോകാനും വയ്യ ഇവരെ കാണാത്തോണ്ട്. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല. ഞങ്ങളാണെങ്കിൽ അവിടുന്ന് തിരിച്ചു പോരുന്ന കുറെ ആൾക്കാരോട് ചോദിച്ചു ഇവരെ കണ്ടിട്ടുണ്ടോന്ന്. പക്ഷെ എല്ലാരും പറയണത് കണ്ടില്ല എന്നാണ് കേട്ടോ. പിന്നെ കോട്ടിട്ടോണ്ട് ആർക്കും മനസ്സിലാവും ചെയ്യില്ലല്ലോ, കുറെ ആൾക്കാരില്ലേ കോട്ട്. പിന്നെ ഞങ്ങൾ കോട്ടിന്റെ കളറൊക്കെ പറഞ്ഞു കൊടുത്തുട്ടോ. അപ്പൊ ഒരാൾ പറഞ്ഞ് കണ്ടിട്ടില്ലാന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് വഴി തെറ്റിന്ന്. ഞങ്ങൾ പിന്നെയും തിരിച്ചു പോയി. അപ്പോഴാണ് കേട്ടോ സനികേച്ചി വിളിക്കുന്നത്. സനികേച്ചിക്ക് എന്തോ ഭാഗ്യത്തിന് അവിടെ എത്തിയപ്പോ റേഞ്ച് കിട്ടും. അതുവരെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പിന്നെയാണ് കേട്ടോ ഒരു ആശ്വാസം. അതാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു കേട്ടോ. ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ് എത്തിയത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ എനിക്ക് സാധാരണ നല്ല തിരക്കുള്ളതാണ്, പക്ഷെ ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറെ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നടക്കണത് കണ്ടോ, പ്രേതങ്ങളൊക്കെ നടക്കണ പോലെ. ഇത് ആരുമല്ല സനികേച്ചി തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 3 ആളും കുറെ നടന്ന്. ആൽവിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. ആൽവിക്ക് പിന്നെ അങ്ങനെ ഫോട്ടോസിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രോവേർട്ടാണ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ. നമുക്ക് 1 മണിക്കൂറായിരുന്നു കേട്ടോ സമയം തന്നത്. നമ്മൾ പോണ ജീപ്പത്തെ ആള് പറയൂ കേട്ടോ എത്ര സമയത്തിന് തിരിച്ചു വരണം. പക്ഷെ നമ്മളതിന്റെ മുൻപ് തന്നെ തിരിച്ചെത്തി. ഇങ്ങോട്ട് പോയവർക്കറിയാം ഇവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ്, അവിടെ ജീപ്പ് മാത്രമേ അങ്ങോട്ട് കയറുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും ദൂരം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ചോദിക്കുന്നു ഇത്ര ദൂരമൊക്കെ ഉണ്ടെന്നോ. അങ്ങോട്ട് പോകുമ്പോ പെട്ടെന്ന് എത്തിയ പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നി. ഗൈസ് മുഴുവൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരൂല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ട് കാണാം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ടാറ്റാ.